സ്വന്തം മകനെ സൂപ്പർ സ്റ്റാർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അച്ഛന്റെ കഠിന പ്രയത്നം അല്ലെങ്കിൽ ദീനരോധനം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കണ്ണപ്പ എന്നുള്ള സിനിമയെ വിശേഷിപ്പിക്കാൻ പറ്റും. വെൽക്കം ബാക്ക് ടു ജോട്ട് SP മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ, തെലുഗു നിന്നാണെങ്കിൽ ഏറ്റവും വലിയ സ്റ്റാറായ പ്രഭാസ്, തമിഴിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ശരത് കുമാർ, അങ്ങനെ ഇന്ത്യയിലുള്ള ഏറ്റവും മികച്ച ഒരു പിടി താരങ്ങൾ, ഒപ്പം ബോളിവുഡിന്റെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള സ്ഥിരം ബോംബ് നിർമ്മാതാവായിട്ടുള്ള അക്ഷയ് കുമാർ, ഇവരുടെ എല്ലാവരുടെയും കൂടെ കൂട്ടായിട്ടുള്ള ഒരു പ്രയത്നമായിരുന്നു കണ്ണപ്പ. അപ്പം കണ്ണപ്പ ഇന്നലെയാണ് റിലീസായത്, 27 ജൂണിന്. അപ്പം ഇന്നലെ അത് കാണാൻ പറ്റാത്തതുകൊണ്ട്, ഇന്നലെ തിയേറ്ററിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് സിനിമ റിവ്യൂസ് ഇന്നലെ കണ്ടു. അപ്പോൾ ഈ റിവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു ഇമേജ് വരുമല്ലോ ഒരു സിനിമയെ പറ്റിയിട്ട്. ആ ഒരു ഇമേജിനോട് 100% നീതി പുലർത്തിയ ഒരു സിനിമ തന്നെയാണ്. കാരണം സിനിമ 3 മണിക്കൂർ ലെങ്ത് ഉണ്ട്. ഞാൻ ത്രൂ ഔട്ട് ഇരുന്ന് കണ്ട സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതായിരുന്നു എൻ്റെ അവസ്ഥ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമ. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ ഈ സിനിമ ചിലപ്പം ഒരു ബോക്സ് ഓഫീസ് സക്സസ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഇതോടുകൂടെ ഞാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ഈ ഭക്തി എന്നുള്ളൊരു ഫാക്ടർ ഹൈലൈറ്റ് ചെയ്യുന്ന സിനിമകൾ പലപ്പോഴും ബോക്സ് ഓഫീസിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സക്സസ്ഫുൾ ആവാറുണ്ട്. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു ഭക്തി എന്നുള്ള സാധനം ആളുകളിലേക്ക് എത്രത്തോളം എത്തിക്കാൻ പറ്റി എന്നുള്ളൊരു കാര്യത്തിൽ തന്നെയാണ്. കാരണം നമ്മളൊരു കഥ കാണുമ്പം ആ കഥയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് വിശ്വസനീയമായിട്ട് തോന്നിയാൽ മാത്രമേ ആ സിനിമയായിട്ട് നമ്മൾ കണക്റ്റ് ആവുള്ളൂ. ഇത് തീർച്ചയായിട്ടും നമ്മളൊരു കാട്ടിൽ നടക്കുന്ന കാര്യം. ഇപ്പം കണ്ണപ്പ എന്നുള്ള ആ ഒരു ശിവഭക്തനെ പറ്റിയിട്ട് ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല കേൾക്കുന്നത്. വളരെ കുഞ്ഞായിരിക്കുന്ന കാലത്ത് അമർചിത്ര കഥയിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് കണ്ണപ്പ എന്നുള്ള ആ ഒരു ശിവഭക്തനെ കുറിച്ച് അറിയുന്നത്. ആ ഒരു കഥാപുസ്തകത്തിൽ വരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു വിഷ്വൽസ്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ കഥാപുസ്തകത്തിലൂടെ കൊച്ചു മനസ്സുകളിലേക്ക് എത്തിച്ചെന്നൊക്കെ ആലോചിക്കുമ്പം ശരിക്കും അന്തകാലത്തെ ആ ഒരു ആർട്ടിസ്റ്റിനെയൊക്കെ ശരിക്കും നമ്മൾ തൊഴുതു പോകും. കാരണം ഈ ഒരു സിനിമയിലേക്ക് വരുമ്പം ഇതിനകത്ത് നമ്മൾ ഒരു കാടെന്ന് പറഞ്ഞാൽ നമ്മളെ കാണിക്കുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ നമ്മളുടെ വീട്ടിലൊക്കെ വലിയ വലിയ വീടുകളിലൊക്കെ നമ്മൾ പുൽത്തകിടി ഇടില്ലേ, അതുപോലത്തെ വലിയൊരു പുൽമേട്ടിൽ എല്ലാ സംഭവങ്ങളും, ഏറ്റവും വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്നത് പുൽമേട്ടിലാണ്. അതുപോലെ ക്യാരക്ടേഴ്സിനെ നമ്മൾ കാണുമ്പം നമ്മളുടെ ആ ഒരു സിനിമയിൽ സിദ്ദീഖിന്റെ ഡയലോഗ് ഉണ്ട്, ഒട്ടും ഒറിജിനൽ ആയിട്ട് തോന്നില്ല, അത്രയ്ക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടെന്ന് പറയുന്ന അതേ സാധനം തന്നെയാണ്. ഓരോ ക്യാരക്ടറിന്റെയും കോസ്റ്റ്യൂംസ് കാണുമ്പം, അതായത് ഒട്ടും നമ്മൾ ഈ കണ്ണപ്പൻ അല്ലെങ്കിൽ തിണ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു എന്താ പറയുക, ഒരു ആദിവാസി ഗോത്രം അല്ലെങ്കിൽ ഒരു മലവേടൻ, ആ ഒരു കോൺസെപ്റ്റിലാണ് ശരിക്കും ഈ ഒരു കഥാപാത്രം ഉള്ളത്. പക്ഷെ അങ്ങനെ ഒരു കഥാപാത്രമേ അല്ല നമ്മൾ കാണുന്നത്. ഈ തിണ്ണനായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന വിഷ്ണു മഞ്ജു ആണെങ്കിലും, അതുപോലെ ഈ സിനിമയ്ക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്യാരക്ടേഴ്സ്, ഒരു ക്യാരക്ടർ പോലും നമുക്ക് ഒട്ടും കൺവിൻസിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഈ സിനിമേൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. പിന്നെ ഒരു ഭക്തി സിനിമയിൽ ആവശ്യമുണ്ടായിരുന്നു എന്ന് തീർച്ചയായിട്ടും തോന്നുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള പാട്ടുകൾ, ഒരു റൊമാൻറ്റിക് ട്രാക്ക്, ഇതിൻ്റെയൊക്കെ ശരിക്കും ഞാൻ വായിച്ച കണ്ണപ്പൻ്റെ അല്ലെങ്കിൽ തിണ്ണൻ്റെ കഥയിൽ ഈ പറഞ്ഞ തിണ്ണൻ്റെ ഭാര്യ ക്യാരക്ടറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഐ ക്യാൻഡി എന്നുള്ള രീതിയിലൊരു നായികനെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നായികയ്ക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കോസ്റ്റ്യൂംസ് ആണെങ്കിലും നായികയുടെ ശരീരവടിവുകൾ എത്രത്തോളം ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിലാണ് ആ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ആ ഒരു നടിയെ കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ പറയുവാണെങ്കിൽ വലിയ വലിയ പേരുകൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഒരു സൂപ്പർ സ്റ്റാറിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചൊരു സിനിമ. അപ്പം ഈ പടം എടുത്ത് തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പടം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ തീർച്ചയായിട്ടും മോഹൻ ബാബുവിനൊരു ഐഡിയ ഉണ്ട്, എൻ്റെ മോനെ കൊണ്ട് മാത്രം അത് പൊക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോരോ ഇൻഡസ്ട്രിയിൽ എനിക്ക് പരിചയമുള്ള ആളുകളെ ഒന്ന് പോയിട്ട് ചാക്കിടാം എന്ന് വിചാരിച്ച് പുള്ളിക്കാരൻ മലയാളത്തിൽ പോയി ലാലേട്ടനെ പൊക്കി. ലാലേട്ടൻ്റെ കാര്യം പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. സുഹൃത്തുക്കൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ഇതുപോലെ കുഴി ചാടിയൊരു മനുഷ്യൻ ലോകത്തെവിടെ ഉണ്ടാവില്ല താരം. ലാലേട്ടനെ പൊക്കി. അക്ഷയ് കുമാറിനെ പൊക്കിയത് എങ്ങനെയാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ചിലപ്പം അക്ഷയ് കുമാറിനെ വല്ല ആർക്കും അറിയാത്ത രഹസ്യം വല്ലതും മോഹൻ ബാബുവിന് അറിയുമായിരിക്കും. പിന്നെ പറയുന്നത് പ്രഭാസിന്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. കാരണം പ്രഭാസിനെ പോലെ ഓറയുള്ള അല്ലെങ്കിൽ ഒരു ഫ്രെയിമിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു ഗോഡ്ലി ഒരു ഇമേജ് ഉള്ളൊരു മനുഷ്യനാണ്. ഈ പ്രഭാസിനെയൊക്കെ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ സത്യം ഭയങ്കര സങ്കടം തോന്നും. കാരണം ഞാൻ വലിയൊരു പ്രഭാസ് ഫാൻ ഒന്നും അല്ലെങ്കിലും ആ ബാഹുബലി എന്നുള്ള സിനിമ, പിന്നെ ഈ പറഞ്ഞ കൽക്കി, ഇതിലൊക്കെ ഉള്ള ഒരു പ്രഭാസിനോടുള്ള നമ്മളുടെ ഒരു സ്നേഹം ഉണ്ടല്ലോ, അതുള്ളത് കൊണ്ട് തന്നെ ഈ മനുഷ്യനെ ഇങ്ങനെയൊക്കെ കാണാൻ കുറച്ച് വിഷമമാണ്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഡബ്ബിംഗ് ആണ്. ഞാൻ ഇന്നലെ റിവ്യൂസ് കണ്ടതിൻ്റെ ഭാഗമായിട്ട് മലയാളം ഒരിക്കലും കാണില്ല എന്ന് ഉറപ്പിച്ചിട്ട് ഞാൻ ഹിന്ദിയാണ് പോയി കണ്ടത്. പക്ഷെ ഹിന്ദി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്
മലയാളം കണ്ടാൽ മതിയായിരുന്നു എന്നായിരുന്നു. കാരണം ഗംഭീര ഊള ഡബ്ബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഡബ്ബിങ്. ലാലേട്ടൻ തന്നെയാണ് ഡബ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലാലേട്ടൻ്റെ ഡയലോഗ്സിൻ്റെ ഇടയിൽ വേറെ ഏതോ ഒരു കട്ട ലോക്കൽ ഒരു ഭോജ്പൂരി ആൾ വന്ന് ഡയലോഗ് പറഞ്ഞ ഫീലൊക്കെ വന്നിരുന്നു. അത് എന്തെങ്കിലും ഗ്ലിച്ച് വന്നിട്ട് പിന്നെ ലാലേട്ടൻ ഇല്ലാത്തതുകൊണ്ട് വേറെ ആരും കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചതാണോ എന്താ സംഭവിച്ചാൽ മനസ്സിലായിട്ടില്ല. പിന്നെ ഈ പറയുന്ന പോലെ പക്ഷേ താരതമ്യേന ഈ ലീഡ് ക്യാരക്ടർ വിഷ്ണു മഞ്ജു പ്ലേ ചെയ്ത തിണ്ണ എന്നുള്ള ക്യാരക്ടറിന്റെ ഹിന്ദി ഡബ്ബിങ് കുറച്ചൊക്കെ ബെറ്റർ ആയിരുന്നു. പക്ഷെ ചില ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഡബ്ബിങ് വൻ ശോകമായിരുന്നു. ഫോർ എക്സാമ്പിൾ ശരത് കുമാറിന്റെ ഒക്കെ ഡബ്ബിങ് ഡയലോഗ് ഒരു വഴിക്ക്, പുള്ളിന്റെ ലിപ്പ് വേറൊരു വഴിക്ക്, കംപ്ലീറ്റ് മിസ്മാച്ച്. ഇനി പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥയിലെ ചില ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അതിൽ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഇൻഫാക്ട് ക്രിഞ്ചസ്റ്റ് ഓഫ് ദ ക്രിഞ്ചോ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മളുടെ പഴയ നടി എന്നല്ല, ഇപ്പോഴും പുള്ളിക്കാരി വളരെ പോപ്പുലറാണ്, മധുബാല. നമ്മളെ യോധയിലൊക്കെ വന്നിരുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിക്കാരിയെ. ഭയങ്കര ആ ഒരു ചെറുപ്പത്തിൽ ആ ഒരു സിനിമ കാണുമ്പോൾ ഒരു ഫാസിനേഷൻ്റെ ഭാഗമായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിക്കാരിയെ. മധുബാല എന്തിനാണ് മധുബാലേനെ ഇങ്ങനെ ഒരു സിനിമയിൽ കാസ്റ്റ് ചെയ്തത്? കാരണം മധുബാലയ്ക്ക് പറ്റുന്നൊരു ക്യാരക്ടറേ അല്ലത്. എന്നാലും ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് മാസിൽ പിടിച്ച് ഡയലോഗ് വരുന്ന ശ്വാസം എടുക്കുമ്പോൾ സാധനമൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കര സങ്കടം തോന്നും. ഇവരെയൊക്കെ പിടിച്ച് നിർബന്ധിച്ച് എടാ അഭിനയിക്കടാ എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ച പോലെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. ഇത്രയൊക്കെയാണ് കണ്ണപ്പ ശരിക്കും. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ സിനിമ ചിലപ്പം ബോക്സ് ഓഫീസിൽ അത്യാവശ്യം നന്നായിട്ട് കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഭക്തി എന്നുള്ളൊരു സംഭവം അതിൻ്റെ ആ ഒരു ബ്രാൻഡ് ഒരു സാധനത്തിൽ വെച്ചുകൊണ്ട് ആ ഒരു ടെംപ്ലേറ്റിൽ ഇറക്കിയൊരു പടമായതുകൊണ്ട് ചിലപ്പോൾ ആളുകൾ കയറി കാണാനും ഒക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിലൊക്കെ ആകുമ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ ഹിറ്റ് അടിക്കാനുള്ള സിനിമകളുണ്ട്. ഈ സിനിമയ്ക്ക് പിന്നെ ഒരു കാര്യത്തിൽ മാത്രം നല്ല കൺസിസ്റ്റൻസി ഉണ്ട്. തുടക്കം തൊട്ട് ആളുകൾക്ക് ഒരു പ്രതീക്ഷയില്ലാതൊരു സിനിമയാണ്. ഇത് ഇറങ്ങാൻ പാടില്ല എന്ന് വരെ ആഗ്രഹിച്ച ആളുകളുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ലാലേട്ടൻ ഫാൻസ്. ലാലേട്ടൻ എനിക്ക് പറയാൻ വലിയ ഇഷ്ടമൊന്നുമില്ലെങ്കിലും ചെറുതായിട്ടൊന്ന് ശൂന്യാകാശത്തേക്ക് പോയിട്ടുണ്ട്. തിരിച്ചു വരുമായിരിക്കും പെട്ടെന്ന് തന്നെ. കാരണം ഇത് ലാലേട്ടൻ്റെ തലയിലല്ല ശരിക്കും. ഇത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളി കൊണ്ടുപോയിട്ട് തല വെച്ച് കൊടുത്തതാണ്. ആ വെച്ച് കൊടുത്തതിൻ്റെ പേരിൽ ചെറുതായിട്ടൊന്ന് കറങ്ങിയിട്ട് പുള്ളി വേഗം തിരിച്ച് നാട്ടിലേക്ക് എത്തും. കാരണം നമുക്കിനിയും സിനിമകൾ വരാറുണ്ട്. പക്ഷേ കണ്ണപ്പ ഒരു രക്ഷയില്ലപ്പ.